ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. തൈര് മുളക് കറി. അപ്പോൾ ബാച്ചിലേഴ്സിനും കറിയൊന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് പൊട്ടിക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പച്ചമുളകാണ്. ഒരു 8-9 പച്ചമുളക് നടുവിൽ ഒരു വര ഇട്ടിട്ട് നടുവിൽ കീറിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വാട്ടി കൊടുക്കണം കേട്ടോ. മുളകിൻ്റെ മേലെ ഒരു വെള്ള കളറിലൊക്കെ വരില്ലേ, അതുപോലെ. പിന്നെ നമ്മളിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കണം. നന്നായിട്ട് വാട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ സിമ്പിൾ കറിയാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ മുളകൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇപ്പോൾ ചേർത്തത് 1 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് നമ്മുടെ ആവശ്യത്തിന്, കറിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തൈര് നമ്മളൊരു വലിയ കപ്പിലാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. തൈര് കൂടുന്നതിനനുസരിച്ച് മുളകും കൂട്ടണം. നമ്മളിപ്പോൾ ഇത് വെറും കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ ഇത് തിളപ്പിക്കാൻ പാടില്ല. 2 മിനിറ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കറി. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.